ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു സ്റ്റുഡിയോയുടെ ഉള്ളിൽ വ്യക്തമായി കണ്ടില്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്റ്റുഡിയോയുടെ വാളെങ്ങനെയാണ്, നേരത്തെ ഫ്ലോർ എങ്ങനെയാണ്, അതുമാതിരി സ്റ്റിക്കർ എങ്ങനെ, അങ്ങനെ പലരും പല ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് കാണാം. ഇതാണ് വാളും കാര്യങ്ങളൊക്കെ. പിന്നെ ജഡ്ജസ് എവിടെ ഇരിക്കുക, പിന്നെ അതേമാതിരി ഇതിൻ്റെ ക്യാമറ എത്ര ഉണ്ട്, പിന്നെ അതേപോലെ അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് മീഡിയ വണ്ട് വലിയ സ്റ്റോറൂം. 14 രാവ് അങ്ങനെ ഒരുപാട് ഇശൽ വസന്തൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്ത വലിയ ഫ്ലോറാണ്. വേറെയും പിന്നെ ചാനൽ വേണ്ടിയിട്ട് ഇവർ ഫ്ലോർ റെൻറ്റിന് കൊടുത്ത് അതും നിങ്ങൾ കണ്ട ഒരുപാട് ഷോസ് ചെയ്താണ്. ഇതിൽ ഓഡിയൻസിന് ഇരിക്കാനുള്ള സെറ്റപ്പ് ഇപ്പോൾ ചെയ്തിട്ടില്ല. പക്ഷേ ഓഡിയൻസിന് ചെയ്യാനുള്ള ബാക്ക് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ അവിടെ സാധാ ചെയർ ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഓർക്കസ്ട്ര ഇരിക്കുന്ന സൈഡിൽ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ഗസ്റ്റ് ഇരിക്കുന്ന സൈഡിലാണ് ഓഡിയൻസ് ഇരിക്കൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ വിശദമായ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ഫുൾ LED വാലാണ് ഇങ്ങനെ. ഇത് ജഡ്ജിങ് പാനൽ ഇരിക്കണം. ഇശൽ വസന്തിന് 2 ജഡ്ജ് പാനൽ. ഇത് ഗസ്റ്റ് സീറ്റ്. പിന്നെ അത് ഫ്രണ്ട് നല്ല ലൈറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ ബാക്ക് പോടാണ്ടോ, ക്യാമറ ഇല്ലാത്ത ഭാഗം പോടാണ്. അതുപോലെ ഇതേ സ്റ്റിക്കറും നല്ലത് തട്ടിയാൽ നീങ്ങുന്നുണ്ടോ, തട്ടിയാൽ നീങ്ങുന്നതൊക്കെ കണ്ടോ, തട്ടിയാൽ നീങ്ങുന്ന സാധനം ഉണ്ടോ. ഇതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മുടെ ഓർക്കസ്ട്ര ഇരിക്കുന്നുണ്ടോ, ഇത് ഓർക്കസ്ട്രേഷൻ അവർക്കിരിക്കാനുള്ളത്. ക്യാമറ ഉണ്ടോ, ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അതിലുണ്ട് ഒരു വലിയ ജിബുണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇങ്ങനെ നമ്മളെ പാട്ടുകാരുടെയൊക്കെ കൂടെ വന്നവർക്ക് ഇരിക്കാൻ ഓഡിയൻസ് ഇല്ല കേട്ടോ, ഓഡിയൻസ് ഇല്ല. അപ്പോൾ ഇതാണ് ഷൂട്ടിങ് നടക്കുന്ന ഫ്ലോർ. പിന്നെ ലൈറ്റൊക്കെ കണ്ടില്ല, ഫുള്ള് വലിയ ലൈറ്റ്. ഇതാണ് വലിയ വാളും ലൈറ്റൊക്കെ കണ്ടോ, ഫുള്ള് ലൈറ്റ്. ഒക്കെ പാടാൻ നിൽക്കുകയാണ്. റെഡിയല്ലേ? യൂസഫാൻ്റെ പാട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മളെ യൂസഫ് കാരക്കാട് പാടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടുന്ന് വിളിക്കും. കാരക്കാട് ഇടക്കിടക്ക് തെറ്റൊക്കെ ചെയ്യും കേട്ടോ. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ കാലഘട്ടത്തെ മുഴുവൻ ചർച്ച ചെയ്യുന്ന മഹാരഥന്മാരെ പറ്റി പറയുന്ന പ്രിയപ്പെട്ട ഗായകരുടെ കൂടെ, അതുല്യ പ്രതിഭകളുടെ കൂടെ കളർഫുള്ളായിട്ടാണ് നിൽക്കണം. അല്ല, നിങ്ങൾ നല്ല ഭംഗിയുണ്ടല്ലോ ഇതിൽ. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് ഗ്രേറ്റ് സിംഗർമാരാണ് അപ്പോൾ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. യുംനാജ് ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. കൊച്ചു കുട്ടികൾക്ക് കാണാൻ തുടങ്ങിയതാണ്, പാട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വലിയ സിംഗറായി. എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പം എന്തിനാണ് പഠിക്കുന്നത്? +2 പഠിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തി വലിയൊരു കലാകാരിയാട്ടെ. അപ്പോൾ വിഷു പോലത്തെ ഒരു താങ്ക് യു. വെറുതെ ഞങ്ങളുടെ ആങ്കർ ഇപ്പോൾ അതെ, ആങ്കർ അടിപൊളി ആങ്കറാണ്. ഞങ്ങൾ ഇതൊരു തുടക്കമാണ്, ഇനി പിടിച്ചാൽ കിട്ടില്ല. ഇനി അങ്ങോട്ട് കയറി വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ, വിഷു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ആ പാട്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരാണ്. പിന്നെ എന്താ പറയുക, പകലി സാനിഹാർ എന്നുള്ള പാട്ട് പിന്നെ ഒത്തി ഉമ്മൊക്കെ പാടിയിട്ടുള്ള പാട്ട്. സത്യത്തിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ഇപ്പോൾ ബാബുരാജിൻ്റെ ബാബുക്കാരുടെ പാട്ടുകൾ പലതും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എന്താ പറയുക, അതുപോലെ ഒരുപാട് പേർക്ക് PCR ഉണ്ടെന്നറിയാം. അതായത് PCR എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമാണ്. അത് നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ കാണിക്കും. ഡയറക്ടർ PCR ഈ സംഭവം. ഇതാണ് നമ്മുടെ ഷോ ഡയറക്ടർ. നമ്മുടെ മീഡിയ വണ്ടി എല്ലാമായ മുത്താണിത്. ഞങ്ങളുടെ കുട്ടി ഇങ്ങോട്ട് ചിരിച്ചങ്ങോട്ടേക്ക് ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളുടെ മുത്ത് ഇത് വേറെ മുത്ത്.
സൗണ്ട് എഞ്ചിനീയർ. നമ്മൾ പാടണമൊക്കെ അതിലാണ്. എഡിറ്റിങ് സൗണ്ട് എഞ്ചിനീയർ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുക യുംന അജി ഉണ്ടോ. യുംന അവിടെ ഫ്ലോറിൽ പാടും. ഗൈസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ടാറ്റ, ബൈ ബൈ.